വാഹനപ്രേമികൾ ആഗ്രഹിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഞാൻ വെറുതെ അടിപൊളി ലുക്കിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ വണ്ടി മോഡിഫിക്കേഷന് ബന്ധപ്പെട്ടുള്ള ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. രണ്ട് രീതിയിലാണ്. ഒന്ന് നമുക്ക് RC മാറ്റം വരുത്തി ചെയ്യാവുന്നത്, അതുപോലെ തന്നെ നമുക്ക് അനുമതി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയ മോഡിഫിക്കേഷൻസുകളുടെ ലിസ്റ്റാണെന്നാണ് പറയണത്. അപ്പൊ എന്തായാലും ഞാൻ ഓരോന്നേ വായിക്കാം. ഞാൻ ഇതിനെപ്പറ്റി വലിയ രീതിയിലൊന്നും പറയണമെന്നില്ല. ഞാൻ ജസ്റ്റ് ലിസ്റ്റ് വായിക്കുന്നു മാത്രമുള്ള എൻ്റെ 1-2 അഭിപ്രായങ്ങളും പറയുന്നു. ബാക്കി പറയാനുള്ളത് നിങ്ങളാണിത് പറയേണ്ടത്. അപ്പൊ നമുക്ക് ലിസ്റ്റ് വായിക്കാം. RC മാറ്റം വരുത്തി ചെയ്യാവുന്നത് ഫസ്റ്റ് പറയാം. ഒന്ന് വാഹനത്തിന് നിറം മാറ്റല്, RC മാറ്റം വരുത്തി ചെയ്യാവുന്നതാണ്. എൻജിൻ മാറ്റല്, അതുപോലെ തന്നെ LPG CNG കിറ്റ് കൺവെർട്ട് ചെയ്യണ പരിപാടി ഉണ്ടല്ലോ, അതായിരിക്കും. പിന്നെ ഇലക്ട്രിക് ആക്കി മാറ്റുന്നത്, ഭിന്നശേഷി സൗഹൃദ വാഹനമാക്കല്. ആ ഭിന്നശേഷിക്ക് അനുസരിച്ച് വണ്ടിയിൽ ചെയ്യുന്ന മാറ്റങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഷാസി ഫ്രെയിം മാറ്റല്, ഇതെല്ലാം RC മാറ്റം വരുത്തി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനിയുള്ള മോഡിഫിക്കേഷൻസ് ആണ് അടുത്ത് വായിക്കാൻ പോണത്. ഇതിന് പ്രത്യേകിച്ച് അനുമതിയൊന്നും വേണ്ട ഇത് ചെയ്യാനായിട്ട്. ഒന്ന് സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ. അപ്പൊ സ്റ്റിയറിംഗിന് കളർഫുൾ ആയിട്ടുള്ള കവറുകൾ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ക്രോം ഗാർണിഷ്, പിന്നെ ഡോർ വൈസറുകൾ, മഡ് ഫ്ലാപ്പുകൾ, ബോഡി സ്റ്റിക്കറുകൾ. കുറെ നാളായിട്ട് സ്റ്റിക്കർ വർക്ക് ഭയങ്കര പ്രശ്നം വരുന്നത്. സ്റ്റിക്കർ കുറെയൊക്കെ പൊളിപ്പിച്ച കളയണത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇന്റീരിയർ ആംബിയന്റ് ലൈറ്റ്, ലൈറ്റ് ഒരു വിഷയമായിരുന്നു. അപ്പൊ അതിനൊരു മാറ്റം വരും. ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ ഒക്കെ നേരത്തിട്ടുള്ളതല്ലേ. പാർക്കിംഗ് സെൻസർ, GPS ട്രാക്കർ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അഡീഷണൽ സ്പീക്കറുകൾ പ്രശ്നങ്ങളായിരുന്നല്ലോ വണ്ടിയിൽ, ഭയങ്കര വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് സൗണ്ട് സിസ്റ്റം ഒക്കെ വെക്കാം എന്നാണ് പറയണത്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടോ ഹുക്കുകൾ, റൂഫ് കാരിയറുകൾ, അതുപോലെ തന്നെ സൺഫിലിം ഒട്ടിക്കല്. അത് നേരത്തെ ഒട്ടിക്കാൻ പാടില്ലായിരുന്നു, പൊളിച്ചുകളായിരുന്നു. ഇപ്പൊ 50% സുതാര്യത ഉള്ളത്, അതായത് ഫുൾ ബ്ലാക്ക് അല്ല, കുറച്ച് ട്രാൻസ്പെറന്റ് ഉണ്ടാവും. ഇത്ര ഉള്ള. അപ്പൊ ഇതൊക്കെയാണ് മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള ലിസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും വാഹനപ്രേമികൾ ഇങ്ങനൊരു മോഡിഫിക്കേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ടുള്ളത്. വണ്ടിയുടെ ഹൈറ്റ് കൂട്ടുക, അല്ലെങ്കിൽ വണ്ടി ലോ ആക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾ വാഹനപ്രേമികൾ ആഗ്രഹിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻസ്. ഞാൻ വെറുതെ പുതിയ ബോഡി കിറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഒരു റേസിംഗ് കാറിന്റെ ഒക്കെ ഒരു ലുക്കൊക്കെ കിട്ടുന്ന ബോഡി കിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. അതുപോലെ തന്നെ വീതി കൂട്ടിയ ടയറുകൾ, അലോയ്സ്, കസ്റ്റം ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ച് നല്ല അടിപൊളി ലുക്കിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും. പെയിന്റ് ഒക്കെ ചേഞ്ച് ചെയ്യാം, സ്റ്റിക്കർ അടിക്കാം. അങ്ങനത്തെ ഒരു ഇതിലൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഈ പുറത്തത്തെ രാജ്യത്തൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലത്തെ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുമെന്നായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്. പിന്നെ പൂക്കി പറഞ്ഞായിരുന്നില്ല, അപകടമല്ലാത്ത കാര്യങ്ങളായിരിക്കും എന്നുള്ള സംഭവം പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലേ നടക്കട്ടൊക്കെ പറഞ്ഞ് പുള്ളി ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടുണ്ടായി. അത് ഭയങ്കര വൈറലൊക്കെ ചെയ്തതാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് തന്നെയാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് ആയിട്ട് ഇവിടെ എഴുതിട്ടാ.